എങ്ങനെയാണ് ആ റൂം കണ്ടുപിടിച്ചത് എന്നതിന്റെ പുറകിലും ഒരു കഥയുണ്ട് കേട്ടോ. അതായത് അവൻ റൂം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവനോട് ബാക്കിയുള്ള എല്ലാ റിസപ്ഷനിസ്റ്റുകളും വളരെ ക്രൂരമായിട്ടാണ് സംസാരിച്ചത്, വളരെ ഹാർഡായിട്ടാണ് സംസാരിച്ചത്. ഈ ചേട്ടൻ മാത്രമാണ് കന്നഡ കലർന്ന മലയാളം ഭാഷയിൽ അവന് ഉത്തരം കൊടുത്തത്. മാത്രമല്ല അവനോട് ചിരിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ ഉറപ്പായിരുന്നു ഒരു പ്രതീക്ഷയുടെ നാമ്പ് എവിടെയോ ഉണ്ട് എന്ന രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ചേട്ടന്റെ കാല് പിടിച്ച്, ചേട്ടാ ഇന്ന് രാത്രി മാത്രം സ്റ്റേ ചെയ്യാനാണ്, ഒരു കുഞ്ഞ് സ്പേസ് കിട്ടിയാലും മതി എന്നവൻ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ തിരിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ഇവിടെ ആകെ ഉള്ളത് 13 റൂമുകളാണ്. അതിൽ ഏകദേശം 10 എണ്ണം ഫീൽഡാണ്. അതിൽ ഒന്ന് എൻ്റെ റൂമാണ്, എന്തായാലും ഞാൻ അവിടെ നിന്നെ കയറ്റില്ല. പിന്നെയുള്ള 2 റൂമാണ്. അതിൽ ഒരു റൂം അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റൂം തുറക്കാൻ പറ്റത്തില്ല, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഡ്രൈനേജ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്മെല്ല് ഈ റൂമിലേക്ക് കയറും എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ആ റൂമാർക്ക് കൊടുക്കാറുമില്ല, അവിടുത്തെ ജനലൊന്നും തുറക്കാറുമില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുന്നു, ചേട്ടാ ആ റൂമിന്റെ ജനൽ ഞാൻ തുറക്കില്ല, എനിക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ മാത്രം മതി, എന്തായാലും ചെറിയൊരു തണുപ്പുണ്ട്, അപ്പൊ ജനൽ തുറക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് എനിക്ക് ആ റൂം ഒന്ന് തരുമോ എന്ന് ചോദിച്ച് ആ ചേട്ടന്റെ കാല് വീണ്ടും പിടിക്കുന്നു. മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ആ ചേട്ടൻ ആ കീ കൊടുക്കുന്ന സമയത്ത് ആ ചേട്ടന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ പറഞ്ഞിരിക്കുന്ന ചേട്ടൻ ആ കീ കൊടുക്കുന്നു. 3rd ഫ്ലോറിലെ ഒരു എൻഡിലായിരുന്നു ആ റൂം. അതിന്റെ മുന്നിലേക്ക് എത്തുന്നു. എന്തൊക്കെയോ നിഗൂഢതകൾ കലർന്ന ആ റൂമിന്റെ എൻട്രൻസ് കാണുമ്പോൾ തന്നെ അറിയാം. അവൻ ആ പതിയെ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നു, ലൈറ്റ് ഓൺ ചെയ്യുന്നു.